മുത്തുനബിയെ കാണാനും ഒരു എളുപ്പ വഴിയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓത്. നീ മദീനത്തൊന്നും പോണ്ട, ആ മദീനത്ത് കടന്നുറങ്ങണ നബി നിന്നെ കാണാൻ നിന്റെ വീട്ടിൽ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തുണ്ട്. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആയത്തൊക്കെ പിന്നെ പഠിക്കാം. ആ ലൈറ്റിന്റെ ചുവട്ടി കുറച്ച് ചങ്ങാതിമാര് നിൽക്കുന്നുണ്ട്, ഇവിടെയും കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. എന്തിനാ മക്കളെ നിൽക്കണേ? എടാ സ്വർഗത്തിൽ കയറി ഇരടാ അനിയന്മാരെ. സംഘാടകരാണെങ്കിലും ഒരു ബക്കറ്റ് പിരിവുണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പിരിവെടുക്കാൻ വേണ്ടിയാ ഇവരൊക്കെ. അത് അവരുടെ ജോലി അതുകൂടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരൊക്കെ കൈ പൊക്കിക്കേ. പൊക്കിയോ? ആ പൊക്കിയ കൈ നേരെ ഒന്ന് പോക്കറ്റിട്ടെ. ആ പൊക്കിയ സംഘാടകരെ ബക്കറ്റ് എടുത്തേ. സംഘാടകര് ബക്കറ്റ് പിരിവില്ലേ? അപ്പൊ ബക്കറ്റ് പിരിവ് നല്ല ദിവസം പറയാതെ ബക്കറ്റ് എന്നല്ലേ പാട്ട പിരിവില്ല. സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരെ പൊക്കിയില്ലേ? ആ പോക്കറ്റിലോട്ട് ആ കയ്യൊന്നിട്ടിട്ട് ഒരു സദക്ക എടുത്ത്. ആർക്കാ നേട്ടം? ആർക്കാ നേട്ടം? നിന്റെ പൈസ അള്ളയ്ക്ക് വേണോ? വേണ്ട. എടാ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു. മംഗലാപുരത്ത് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറയാ ഇനി മരുന്നുകളൊന്നുമില്ല, മോളിൽ ഇരിക്കണ ആള് മാത്രമേ ഉള്ളൂ, വീട്ടിൽ കൊണ്ടുപോക്കോളാൻ. അപ്പം മോനെ 1001 രൂപ പള്ളിയിലെ ഖത്തീബിന്റെ കൈ കൊടുത്തേരെ ദുആ ചെയ്യാൻ. ആർക്ക് വേണം നിന്റെ 1001 രൂപ? അപ്പഴാ കൊടുക്കണ്ടേ? എടാ 2 കിഡ്നിക്കും തകർന്നു പോയി. പടച്ചവനെ മാറ്റിവെക്കാൻ 35-40 ലക്ഷം രൂപ വേണം. 35-40 ലക്ഷം രൂപ വേണം. ആ സമയത്ത് 501 രൂപ പള്ളിക്ക്. അപ്പോഴല്ല മോനെ കൊടുക്കേണ്ടത്, ഇപ്പൊ കൊടുക്ക്. എടാ നീ നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണ്ട. മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഒരു നല്ല സദക്ക 10 രൂപ എടുത്താൽ മതി. ഇപ്പോ നിന്റെ കയ്യിലുള്ളതിൽ നിന്നൊരു നല്ല സദക്ക എടുത്തിട്ട് അൽഹംദുലില്ലാ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാനവറുകളുടെ പേരിൽ അൽഹംദുലില്ലാ ബഹുമാനായ മിത്തബ ഉസ്താദ് പറഞ്ഞു തുടങ്ങാൻ എന്റെ പ്രിയപ്പെട്ടവരെ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. മനസ്സറിഞ്ഞുകൊണ്ട്, ഞാനല്ല പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുത്തി നബിയല്ലേ പറഞ്ഞേ? കള്ളം പറയോ? മുത്തി നബി കള്ളം പറയോ? പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അസ്സദഖത്തു റദ്ദുൽ ബലാ, ക്യാൻസർ മാറ്റും, ട്യൂമർ മാറ്റും, കിഡ്നി രോഗം മാറ്റും, സ്ട്രോക്ക് മാറ്റും, നിന്റെ സർവ്വ രോഗങ്ങളും മാറ്റാൻ നീ കൊടുക്കുന്ന ഈ ചെറിയ സദക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവേ എന്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ച് മരുന്ന് വാങ്ങുന്ന ഒരു രോഗവും മരിക്കുന്ന കാലം വരെ എനിക്ക് തരല്ലേ അല്ലാ എന്ന ഒരു നല്ല നിയത്തോടെ എല്ലാവരും ഒരു നല്ല സദക്ക എടുത്ത് ഇൻഷാ അല്ലാഹ് സംഘാടകരെ ചങ്ങായി പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും അൽഹംദുലില്ലാ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ എല്ലാവരും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നു, മുത്തി നബി പറഞ്ഞ ഹദീസ് കേട്ടിട്ട് കൊടുക്കുന്നവരാണ്. അല്ലാഹ് അറുത്തു മുറിക്കുന്ന എല്ലാ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. കൈകാലുകൾ വെട്ടിമുറിക്കുന്ന രോഗം കൊടുക്കല്ല, അവരുടെ മുഖത്ത് നോക്കില്ലായിരുന്നു. അല്ലാഹുവേ ഹറാം കാണുന്നതിനെ തൊട്ട് തന്റെ കണ്ണിനെ സൂക്ഷിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുകയാ. ഹുസൈം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല.